ഓക്കെ സോ നമ്മളിന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സി പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉബണ്ടുവിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ കമ്പൈലേഴ്സൊക്കെ ഉണ്ടായിരിക്കും. ഓൺലൈൻ കമ്പൈലേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ല. നിങ്ങൾക്ക് ടെർമിനൽ എടുക്കേണ്ടതൊന്നും വരില്ല. ജസ്റ്റ് അവിടെ പ്രോഗ്രാം എഴുതി റൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇത് ഉബണ്ടുവിലാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ ടർബോസി ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ടർബോസി ഓപ്പൺ ചെയ്ത് നിങ്ങൾ എഡിറ്റർ, ദാറ്റ് ഇസ് നോട്ട് പാഡോ എന്തെങ്കിലും നോട്ട് പാഡിലായിരിക്കും നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുക. അപ്പോൾ ഇവിടെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിൻഡോയിൽ പോയിട്ട് നോട്ട് പാഡ്, അതായത് ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് ഇപ്പം എൻ്റെ പ്രോഗ്രാം സേവ് ചെയ്യേണ്ട സ്ഥലം ഇപ്പോൾ ഇവിടെ ഇപ്പം ഹോമിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഞാനിപ്പോൾ എൻ്റെ പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. നിഖില എൻ്റെ പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് എനിക്ക് എൻ്റെ പ്രോഗ്രാംസ് വരേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഡെസ്ക്ടോപ്പ് നിഖില ഇങ്ങനെ വരും. ഇങ്ങനെയല്ല നിങ്ങൾക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വെറുതെ അതാവുമ്പോൾ നിങ്ങൾ റൺ ചെയ്യുമ്പോഴും കറക്റ്റ് ആ പാത്തിൽ കൂടെ തന്നെ പോയി റൺ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ടെർമിനൽ എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ടെർമിനൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ടെർമിനലിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ ആ ടെർമിനലിൽ ഇവിടെ ഈ ഒരു ഐക്കൺ ഇവിടെ കാണിക്കും. സോ ഈ ഒരു ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു വിൻഡോ വരുമ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ തന്നെ നമ്മളിപ്പോൾ ഹോമിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രോഗ്രാം എഴുതുക എന്ന് പറയുന്നത് ഇവിടെയല്ല നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ പേര്, അതായത് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും ഈ ഒരു വിൻഡോയിലായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾക്ക് എഴുതണമെങ്കിൽ, പ്രോഗ്രാം എഴുതണമെങ്കിൽ വി വിൽ ബി റൈറ്റിംഗ് ദ പ്രോഗ്രാം ഇൻ എ നോട്ട് പാഡ്. ഒരു നോട്ട് പാഡിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, സോ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഇസ് ജി എഡിറ്റ് എന്നാണ് എഡിറ്റർ നമ്മൾ പറയുക. ജി എഡിറ്റ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. ഇപ്പം നമ്മൾ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാമാണ് ആദ്യം കാണാൻ പോകുന്നത്. ഹലോ വേൾഡ് എന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഹലോ എന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഏറ്റവും ബേസിക് പ്രോഗ്രാമാണ് സിയിലത്തെ. ഓക്കെ, സോ ആ ഒരു പ്രോഗ്രാം നമുക്ക് ഇതാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് ആ എഡിറ്റർ ഓപ്പൺ ചെയ്തു. എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രോഗ്രാമിൻ്റെ പേര് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ബേസിക് പ്രോഗ്രാമാണ്. സോ ഞാൻ വെറുതെ ഒരു പേര് കൊടുത്തു, ബേസിക് പ്രോഗ്രാം .c. ഇത്രയും വലിയ പേരൊന്നും കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ രണ്ട് വേർഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് പാടില്ല. ഗ്യാപ്പ് വരികയാണെങ്കിൽ അത് അണ്ടർസ്കോർ വെച്ചിട്ടായിരിക്കണം അത് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ വെറുതെ സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല പേര്. ഓക്കെ, സോ ഇത് വെച്ച് നമ്മൾ .c പ്രോഗ്രാം ആയതുകൊണ്ട് .c നമ്മൾ സ്പെസിഫൈ ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു നോട്ട് പാഡ് ഓപ്പൺ ആയി വരും. ഓക്കെ, ബേസിക് പ്രോഗ്രാം എന്ന് പേരുള്ളൊരു നോട്ട് പാഡ് ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ആദ്യം തന്നെ നമുക്ക് ലിങ്കേജ് സെക്ഷൻ എഴുതണം. ലിങ്കേജ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രീ പ്രോസസർ ഡയറക്റ്റീവും ഹെഡർ ഫയലും ഒക്കെ ഉള്ളതാണ്. എന്താണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇത് നിർബന്ധമാണ്. നമ്മളുടെ സി പ്രോഗ്രാമിൽ ഏറ്റവും നിർബന്ധം എന്ന് വെച്ചാൽ എല്ലാ സ്റ്റാൻഡേർഡ്, ഇതെന്താ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻ്റ് എഫ്, സ്കാൻഎഫ് അങ്ങനത്തെ എല്ലാ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫയലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോലെ സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ഇതൊന്നുമില്ല. നമ്മൾ മെയിൻ പ്രോഗ്രാം തുടങ്ങാം. മെയിൻ പ്രോഗ്രാം എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ വോയിഡ് മെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ യു ഹാവ് ഇൻറ്റ് മെയിൻ. ഓക്കെ, സോ വോയിഡ് മെയിൻ ആവാം, ഇൻറ്റ് മെയിൻ ആവാം. വോയിഡ് മെയിൻ യൂസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വേറെ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻറ്റ് മെയിൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഈ മെയിനിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതെല്ലാം ബാക്കി കോഡൊക്കെ നമ്മളിവിടെ എഴുതുക. അത് കഴിയുമ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തു. ഈ ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. റിട്ടേൺ 0 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? ഇൻറ്റ് മെയിൻ ആണെങ്കിൽ യു ഷുഡ് ഓൾവേസ് റൈറ്റ് റിട്ടേൺ 0 അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. നേരെ മറിച്ച് ഇഫ് ഇറ്റ് ഇസ് വോയിഡ്, വി ആർ യൂസിങ് വോയിഡ് മെയിൻ, നോ നീഡ് ഓഫ് ദിസ് ലൈൻ. ഈ ലൈൻ്റെ ആവശ്യമില്ല, ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
ഓക്കെ, സോ ഇവിടെ നമ്മളുടെ ഇത്രയും ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ. സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു കാര്യം നമുക്ക് ചെയ്യണ്ടു, ഹലോന്ന് പ്രിൻറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും യൂസറിൽ നിന്ന് എടുക്കുകയൊന്നും വേണ്ട, ഹലോന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്രിൻ്റ് എഫ് ആണ് യൂസ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ നിങ്ങൾക്കറിയാം ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രിങ് ആണെന്ന് അറിയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യേണ്ടത്? യു ഷുഡ് ഓൾവേസ് എൻക്ലോസ് വിത്ത് ഡബിൾ കോട്ട്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഹലോ എഴുതി കഴിഞ്ഞു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ ഇട്ടു. ഓക്കെ, ഹലോ എന്നിപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രോഗ്രാം. ഹലോ എന്ന് പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ളൊരു സി പ്രോഗ്രാമാണ്. സോ ഇത് വൺസ് നമ്മളിത് എഴുതി നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വിൻഡോനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലൈൻ വരും നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ പ്രോഗ്രാം എഴുതി സേവ് ചെയ്തു. ഇതൊരു സി പ്രോഗ്രാമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സി പ്രോഗ്രാം യൂസസ് കമ്പൈലേഴ്സ്. ഓക്കെ, കമ്പൈലേഴ്സ് ആണ് യൂസ് ചെയ്യുക. കമ്പൈലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും കമ്പൈലേഴ്സ്. സോ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ എന്ത് ചെയ്യുക? റൺ ചെയ്യുക. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി റൺ ചെയ്യും. അതാണ് 2 സ്റ്റെപ്പ് വരുന്നത്. സോ കമ്പൈലേഷൻ എങ്ങനെയാണ്? ഒരു സി പ്രോഗ്രാമിനെ എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുക? അതിനുള്ള കോഡാണ് GCC. വി ആർ യൂസിങ് GCC കമ്പൈലറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ GCC കമ്പൈലറിൻ്റെ ഷോർട്ട് GCC എഴുതി. പ്രോഗ്രാമിൻ്റെ പേര് ബേസിക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ പേരുകൾ ഇടാം എന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ടൈപ്പ് ചെയ്യേണ്ടി വരും. program.c എന്നിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ തെറ്റി എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ച് തന്നിട്ടുണ്ടായിരിക്കും എറർ. ആ എറർ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ റൺ ചെയ്ത് ഔട്ട്പുട്ട് കാണാൻ പറ്റുള്ളൂ. സോ ഇവിടെ തൽക്കാലം എറർ ഒന്നുമില്ല. സോ ഈ ഒരു ലൈൻ വന്നു, ദാറ്റ് മീൻസ് ദർ ഇസ് നോ എറർ. സോ നെക്സ്റ്റ് നമുക്കപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ബേസിക് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കമ്പൈലർ. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിൻ്റെ ഒരു പ്ലേസിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബേസിക് പ്രോഗ്രാം എന്ന് പറഞ്ഞ് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫയലായിരിക്കും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു റൺ ദിസ് വൺ. റൺ ചെയ്യണമെങ്കിലുള്ള കമാൻഡാണ് ./a.out. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഇതാണ് റൺ ചെയ്യാനുള്ള കമാൻഡ്. വെറുതെ ഈ ഒരു കമാൻഡ് അടിച്ചാൽ മതി, അപ്പോൾ റൺ ആവും. തൊട്ട് മുകളിൽ നമ്മൾ കമ്പൈൽ ചെയ്തിട്ടുള്ള ഏത് പ്രോഗ്രാമാണോ അതിൻ്റെ ഔട്ട്പുട്ട് ആവും നമുക്ക് വരിക. ദാറ്റ് ഈസ് ഹലോ. കണ്ടോ ഹലോ വന്നത്? പക്ഷേ ഈ ഹലോ വന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സംഭവം വന്നു. ഈ ഒരു സംഭവം നമുക്ക് വേറെ ആയിട്ട് വരണം. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു വൃത്തിയില്ല ഔട്ട്പുട്ട്. സോ നമ്മൾ എഗെയിൻ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞ് നമ്മൾ ഹലോ. ഇനി അടുത്തത് എന്ത് വരുമ്പോഴും അത് പുതിയൊരു ലൈനിലാണ് വരേണ്ടത് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ /n ന്യൂ ലൈൻ ക്യാരക്ടർ എന്നൊക്കെ പറയും. /n ന്യൂ ലൈൻ. സോ ഈ /10 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്ത് ചേഞ്ച് വന്നാലും നിങ്ങൾ എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പൈൽ ചെയ്യണം, ദെൻ റൺ. അല്ലാണ്ട് നേരെ പോയി റൺ ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? കമ്പൈൽ ചെയ്താൽ മാത്രമേ ആ സേവ് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. സോ ഇവിടെ കണ്ടോ ഈ 2 ഔട്ട്പുട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇവിടെ ഹലോ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് അടുത്ത നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഹലോ, സിംപ്ലസ്റ്റ് സി പ്രോഗ്രാം. ഓക്കെ.